بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على نبيه محمد وآله وأصحابه وأتباعه إلى يوم الدين آمين. أما بعد ഇഅ്ലം ഇമാം ഗസ്സാലി പറയാണ്, ഇഅ്ലം നീ അറിയണം, അന്ന വാഹിദൻ മിന തലബത്തിൽ മുതഖദ്ദിമീന, ഒരു പഴയ വിദ്യാർത്ഥികളിൽപ്പെട്ട ഒരാള്, പഴയകാല വിദ്യാർത്ഥികളിൽപ്പെട്ട ഒരാള് ലാസമ ഖിദ്മത്ത ഷെയ്ഖിൽ ഇമാം എഴുതിയ ആള് പറയാൻ, ഈ കിതാബ് ക്രോഡീകരിച്ച ആളാ പറയുന്നത്. അന്ന വാഹിദൻ മിന തലബത്തിൽ മുതഖദ്ദിമീന, പഴയകാല വിദ്യാർത്ഥികളിൽപ്പെട്ട ഒരാള് ലാസമ ഖിദ്മത്ത ഷെയ്ഖിൽ ഇമാം സൈനുദ്ദീൻ ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദ് ബിൻ മുഹമ്മദ് അൽ ഗസ്സാലി ഖദ്ദസല്ലാഹു റൂഹ, മഹാനായ ഇമാം ഗസ്സാലിയുടെ ഖിദ്മത്തിൽ കുറെ കാലം കഴിഞ്ഞുകൂടി. ലാസമ, അദ്ദേഹം നിരതമായി എന്നർത്ഥം. ഖിദ്മത്തിൽ ഷെയ്ഖ് ഇമാം ഗസ്സാലിയുടെ ഖിദ്മത്തിൽ കഴിഞ്ഞുകൂടി. വസ്തഗല ബിത്തഹ്സീലി, അദ്ദേഹം കരസ്ഥമാക്കാൻ തുടങ്ങി. കരസ്ഥമാക്കലുമായി ജോലിയായി എന്ന് പറഞ്ഞാൽ ഇൽമു പഠിത്തവുമായി ജോലിയായി. ബഖിറാത്തുൽ ഇൽമി, ഇൽമ് വായിച്ചു പഠിക്കുക, അലൈഹി, ഇമാം ഗസ്സാലിക്ക് അത് വായിച്ചു കൊടുക്കുക, അതാണ്. അങ്ങനെ ജമഅ ദഖായിഖൽ ഉലൂമി, ഒരുപാട് അതിസൂക്ഷ്മങ്ങളായ ഇൽമുകളെല്ലാം, ഗഹനങ്ങളായ വിജ്ഞാനങ്ങളെ അദ്ദേഹം വാരിക്കൂട്ടി. വസ്തക്മല ഫളായിലൻ നഫ്സി, നഫ്സിനുള്ള ഉണ്ടാവേണ്ട ഫളീലത്തുകളെല്ലാം അദ്ദേഹം പൂർത്തിയാക്കി. ഇൽമി രംഗത്ത് തന്റെ നഫ്സിനുണ്ടാവേണ്ട ഫളായിലെല്ലാം അദ്ദേഹം പൂർത്തിയാക്കി. സുമ്മ പിന്നീട് ഇന്നഹു തഫക്കറ, അദ്ദേഹം ചിന്തിച്ചു, യോമൻ, ഒരു ദിവസം, ഫി ഹാലി നഫ്സിഹി, തന്റെ നഫ്സിന്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. ബാങ്ക് വിളിച്ചതുകൊണ്ടാണ് നിർത്തിയത്. പിന്നീട് അദ്ദേഹം ഒരു ദിവസം തന്റെ നഫ്സിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു. വഖതറ അലാ ബാലിഹി, അദ്ദേഹം തന്റെ ഹൃദയത്തിനോട് സംവദിച്ചു. ഹൃദയവുമായിട്ട് അദ്ദേഹം സംസാരത്തിൽ ഏർപ്പെട്ടു എന്നർത്ഥം. ഖത്തറ എന്ന് പറഞ്ഞാലും ചിന്തിച്ചു എന്നാണ്. അപ്പൊ ഹൃദയത്തിനോട് അദ്ദേഹം സംവദിച്ചു. വഖാല, അദ്ദേഹം ഹൃദയത്തിനോട് പറഞ്ഞു, സ്വന്തമായിട്ട് പറഞ്ഞു, ഇന്നി ഖറഅതു അൻവാഅ മിനൽ ഉലൂമി, ഞാൻ ഒരുപാട് ഇൽമിന്റെ വിഭാഗങ്ങൾ വായിച്ചു പഠിച്ചു. വസറഫ്തു റയ്ആന ഉംരി, എൻ്റെ ആയുസിന്റെ വിശിഷ്ട ഭാഗങ്ങളൊക്കെ ഞാൻ ചെലവഴിച്ചു അലാ തഅല്ലുമിഹ, ഇൽമു പഠിക്കുന്നതിന്. വജംഉ, ഇൽമിനെ സ്വായത്തമാക്കുന്നതിന്, ഒരുമിച്ച് കൂട്ടുന്നതിനും. വൽആൻ, ഇപ്പോ, യംബഗീലി, എനിക്ക് അത്യാവശ്യമാണ്, അൻ അഅലമ, ഞാൻ അറിയൽ, അയ്യു നൗഇഹ, ഈ ഇൽമുകളിൽ ഏത് ഇനമാണ് യൻഫഉനി, എനിക്ക് പ്രയോജനപ്പെടുന്നത്, ഗദൻ, നാളെ പാരത്രിക ലോകത്ത്. അദ്ദേഹം ഒരുപാട് ശാസ്ത്രീയമായ വിജ്ഞാനങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, ദീനീ വിജ്ഞാനവും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ് ആഖിറത്തിൽ പ്രയോജനപ്പെടുന്നത്? ഇമാം ഗസ്സാലി ആണല്ലോ, അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നല്ലോ ആദ്യം. അപ്പൊ അദ്ദേഹം പല ഇൽമും പഠിച്ചിട്ടുണ്ട്, ഏതാണ് എനിക്ക് ആഖിറത്തിൽ പ്രയോജനപ്പെടുന്നത്? വയുനിസുനി ഫി ഖബരി, എൻ്റെ ഖബറിൽ എനിക്ക് ഈനാസ് ഉണ്ടാക്കി തരുന്നത്, നേരമ്പോക്കമാക്കി തരുന്നത് ഏത് ഇൽമാണെന്ന് ഇങ്ങനെ അദ്ദേഹം ചിന്തിച്ചു. വയുഹ ലാ യൻഫഉനി, ഏത് ഇൽമാണ് എനിക്ക് പ്രയോജനം ചെയ്യാത്തത്? ഹത്താ തുർഗഹു, ഞാൻ അതിനെ ഉപേക്ഷിക്കാൻ. ഇങ്ങനെ അദ്ദേഹം ചിന്തിച്ചു. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിട്ടുണ്ട്, അല്ലാഹുമ്മ അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ, പ്രയോജനമില്ലാത്ത ഇൽമിൽ നിന്ന് പഠിച്ചവനെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഫസ്തമറത്ത് ഹാദിഹിൽ ഫിക്ർ, ഈ ചിന്ത ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരുന്നു, അത് സ്ഥിരമായിക്കൊണ്ടിരുന്നു, എപ്പോഴും ഈ ചിന്ത. ഹത്ത, അങ്ങനെ കത്തബ, അദ്ദേഹം എഴുതിയില്ല, ഹദറത്ത് ഷെയ്ഖ് ഹുജ്ജത്തുൽ ഇസ്ലാം മുഹമ്മദ് അൽ ഗസ്സാലി റഹിമഹുല്ലാ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഒരു നീണ്ടൊരു കത്ത് എഴുതി. ഇസ്തിഫ്താൻ, അദ്ദേഹത്തിനോട് ഫത്വ ചോദിച്ചിട്ടു. വസഅലഹു, അദ്ദേഹത്തിനോട് ഈ വിദ്യാർത്ഥി ചോദിച്ചു, മസായില, കുറെ നിയമപ്രശ്നങ്ങൾ. വൽതമസ നസീഹത്തൻ വദുആൻ, അദ്ദേഹത്തിന്റെ ഇമാം ഗസ്സാലിയോട് നസീഹത്ത് ആവശ്യപ്പെട്ടു, നസീഹത്ത് തരണമെന്ന് അദ്ദേഹം തേടി. പിന്നെ വദുആൻ, ദുആയും അദ്ദേഹം
ഇമാം ഖസാലിയോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, വൈൻകാന മുസന്നഫാത്തു ഷെയ്ഖി, ഷെയ്ഖിന്റെ തസ്നീഫുകൾ, രചനകൾ, കല്യഹ്യായി, യഹ്യാ പോലെ, യഹ്യാ ഉലൂമുദ്ദീൻ പോലെ, വഗൈരി, അതല്ലാത്ത പലതുമുണ്ടല്ലോ. ഇത് തഷ്തമിലു അലാ ജവാബി മസായിലി, എൻ്റെ മസ്അലകൾക്കുള്ള ജവാബിന്റെ മേൽ ഉൾക്കൊള്ളുന്നതാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി അതിലൂടെ കിട്ടും. ലാക്കിൻ പക്ഷേ മഖ്സൂദി എൻ്റെ ലക്ഷ്യം യക്തുബ ഷെയ്ഖു, ഷെയ്ഖ് എഴുതണമെന്നാണ്, ഹാജത്തി എൻ്റെ ആവശ്യത്തിന് ഫി വറക്കാത്തിൻ, ചില പേപ്പറുകളിൽ, തക്കൂനു മഅയി, ആ പേപ്പറുകൾ എന്നോടൊപ്പം ഉണ്ടാകും, മുദ്ദത്ത ഹയാത്തി, എൻ്റെ ജീവിതം മുഴുവൻ, എൻ്റെ ജീവിതം അഖിലം ഉണ്ടാകും ആ കടലാസുകൾ, ഞാൻ അതിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അമലു ബിമാഫി, അതിലുള്ളത് കൊണ്ട് ഞാൻ അമൽ ചെയ്യും. മുദ്ദത്ത് കൊണ്ട്, എൻ്റെ ഇനി ശേഷിക്കുന്ന ആയുസ് മുഴുവനും ഞാൻ എൻ്റെ അതിലുള്ളത് കൊണ്ട് അമൽ ചെയ്യും, ഇൻഷാ അല്ലാഹു തആല എന്ന് അദ്ദേഹം എഴുതി. അപ്പൊ ഫകതബ ഷെയ്ഖ് റഹ്മഹുല്ലാഹി തിരിച്ചെഴുതി ഹാദിഹി റിസാലത്ത്, ഈ ചെറിയ ലഘു ഗ്രന്ഥത്തെ, ഇലൈഹി, അദ്ദേഹത്തിന്, ഫി ജവാബിഹി, അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ജവാബിലായിട്ട്. അല്ലാഹു ആലം. ഇതാണ് ഈ കിതാബിന്റെ മുഖദ്ദിമയായി കൊടുത്തിരിക്കുന്ന അയ്യുഹൽ വലദു എന്ന് തുടങ്ങുന്ന കിതാബ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ചൊവ്വാഴ്ച, ബുധനാഴ്ച നമുക്ക് ഇൻഷാ അല്ലാഹ് തുടങ്ങാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് ഗഹനമായി പഠിക്കേണ്ട സൂഫിസത്തിന്റെ കിതാബാണല്ലോ. ഒരുപാട് കാര്യങ്ങൾ ഇതിലും അദ്ദേഹം പറയുന്നുണ്ട്. മിൻഹാജിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇതിലും പറയുന്നുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ, പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാ 312 കുറഞ്ഞത് ഇപ്പോൾ അൽഹംദുലില്ലാ 335 ആയിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.